ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചോറിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാനിത് 2 പീസ് എടുക്കില്ല. നല്ല പുളി ഉണ്ടാവുമല്ലോ, കുടംപുളിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ കിടക്കും തോറും പുളി കൂടി വരും. അപ്പം ഇപ്പോൾ 2 പീസാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മീൻ കറി ഞാനിവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മീൻ കറി കിട്ടുള്ളൂ. പിന്നെ അതാ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അതിങ്ങനെ വട്ടത്തിൽ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് രണ്ടും ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. പക്ഷെ സവാളയിലേറെ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കളറായി വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ ആവരുത്, അപ്പോൾ കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഈ ഒരു കളറായാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ 2.5 ടീസ്പൂണ് നിറയെ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ഒന്നും ചേർക്കാണ്ടെയാണ് ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ ചേർത്ത് തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ചേർക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരുപാട് സമയം വെക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി. ഒരു ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളി വേണം. ഞാനിവിടെ 1.5 മീഡിയം സൈസിലുള്ള 1.5 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളിയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അതൊന്നിങ്ങനെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതുപോലെ ആകുന്ന സമയത്ത് നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആദ്യം തന്നെ ഇട്ട് വെക്കണം കേട്ടോ, എന്നാലും അത് നന്നായിട്ട് സോക്കായി വരുള്ളൂ. പിന്നെ അതിനുശേഷം എത്രയാണോ നമുക്ക് ഗ്രേവി, എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പുളി ഞാനിപ്പോൾ 2 പീസും ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു പീസ് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ, പുളി കൂടുതലാണെന്ന് തോന്നുമ്പോൾ. അപ്പോൾ അത് അതിൽ വെക്കും തോറും പുളി കൂടി വരും. ഇനി ഒരു പച്ചമുളക് കീറിയതും പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കഷ്ണം മീനാണ് ഉള്ളത്, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ മീൻ ഞാൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയൊരു തലയും കൂടി ഉണ്ട് കേട്ടോ ഇതിലേക്ക്. എനിക്ക് തല കറി വെച്ചത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീനിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാം. കുക്കായതിനു ശേഷം സ്പൂൺ വെച്ച് ഇളക്കരുത്. അപ്പം ഇതൊക്കെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. എന്നിട്ട് ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് മതിയാവും. 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി വരും. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫിഷ് കറി റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല ഫ്ലേവർഫുള്ളും നല്ല ടേസ്റ്റിയും ആവും. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൽ ചുറ്റൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി.
എന്നിട്ട് സ്പൂണൊന്നും വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചട്ടി തന്നെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചെണ്ണ ഒന്നും ആക്കി. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്, ആ കാര്യം മറക്കരുത്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടറിയതിന് ശേഷം അത് എത്രത്തോളം തിക്കായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തതാണ് കേട്ടോ, മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ട എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ കുക്കായെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതുപോലെ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു 4 മണിക്കൂർ മുന്നേ ഒക്കെ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുക. എന്നാലേ മീനിലെ ആ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് കണ്ട തണുത്ത സമയത്ത് ഒന്നുകൂടെ അത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആദ്യം തന്നെ ഈ ഒരു കറി ഉണ്ടാക്കി വെക്കുക, എന്നാലേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. മീൻകറി വെക്കും തോറും ടേസ്റ്റ് കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്